ആ അവൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കുതിർക്കാനായി വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കുക. നന്നായി വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിതാ അവലും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി വെള്ളം പിഴിഞ്ഞെടുത്ത ശേഷം അവലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിതാ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. വഴറ്റി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബർഗറിൽ വെക്കാവുന്ന നമ്മുടെ ആലു ടിക്കി ഇല്ലേ, ആ പാറ്റി അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആലു ടിക്കി ഉണ്ടാക്കാനുള്ള ആ കട്ട്ലറ്റ് ഷേപ്പിലുള്ള സാധനം ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വന്നതും ഇനി ഇതൊന്നും തണുക്കട്ടെ. തണുത്ത ശേഷം വേണം നമുക്ക് ഇതിനെ ഒരു കട്ട്ലറ്റ് ഷേപ്പിലാക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാൻ. അപ്പം നമുക്കിത് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വന്ന ശേഷം വേണം കട്ട്ലറ്റ് രൂപത്തിൽ ഇതിനെ ആക്കിയെടുക്കാൻ. അപ്പോൾ തണുത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പൊറ്ററ്റോ മിക്സ് ഇതവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഞാനിത് അവിടെ നേരത്തെ ഒരു 3 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് നമ്മുടെ ഈ വെറ്റ് മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുള്ള വെറ്റ് മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് 2 സൈഡ് നല്ലപോലെ കോട്ടിങ് കൊടുത്ത ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളിവിടെ ബർഗർ പാറ്റി ആലു ടിക്കി ഇവിടെ റെഡിയാവും. നമ്മളിത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കിയെടുക്കാം. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പോകുന്നത് ബർഗർ ആണ്, വെജ് ബർഗറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനതവിടെ ബർഗർ പാറ്റീസ്, അതായത് നമ്മുടെ ആലു ടിക്കി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ട് ഇവിടെ, കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ആലു ഇവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതവിടെ ബന്നിതവിടെ ബേക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ട്. അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിതാ ഇതിന്ന് ഓരോന്നോരോന്നായി എടുത്തിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. നമ്മുടെ അതവിടെ എണ്ണ ചൂടാക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക കേട്ടോ. ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വെജ് ബർഗർ പാറ്റി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ആലു ടിക്കി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കോട്ടിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇത് അതേപോലെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ വെജ് ബർഗർ പാറ്റീസ് എല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട്.